എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം സ്വദേശി ചന്ദ്രമതി അമ്മയാണ്. അമ്മ കാണുന്ന പോലെ നിസ്സാരക്കാരിയല്ല. 79 വയസ്സായി. തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇന്നലെ ഒഴുക്കിൽപ്പെട്ടു. 10 മണിക്കൂറാണ് അവിടെ ഒരു മരക്കൊമ്പിൽ പിടിച്ച് അമ്മ നിന്നത്. അമ്മേ, എന്തായിരുന്നു ഇന്നലെ ഉണ്ടായത്? കുളിക്കാൻ പോയതാണ്. തോട്ടിലേക്ക് കുളിക്കാൻ പോയി. നായ വന്നു, നായനെ എറിഞ്ഞു. നായ പോയില്ല. ഞാൻ പിന്നാക്കാൻ കാലി വെച്ചപ്പോൾ മറിഞ്ഞു തോട്ടിലേക്ക്. അങ്ങനെ പോയതാണ്. ഇത് തുഴഞ്ഞു പോയി. കുറെ അങ്ങോട്ട് പോയി. പിടിച്ചു നിന്നത് ഒരു മരക്കൊമ്പത്ത് ഈ ചോട്ടിൽ പറകം പറയും. അതുമ്മ പിടിച്ചു നിന്നു. ഒരു കാല് തരിപ്പോ കൈ തരിപ്പോ കടച്ചിലോ പൊരിച്ചിലോ ഒന്നും ഉണ്ടായില്ല. നല്ല ധൈര്യത്തിൽ നിന്നു. നീന്തലറിയോ? ആ നീന്തലറിയും. ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്നു. നിലവിളിച്ചോ? ആൾക്കാരെ ഉറക്ക വിളിച്ചോ? ഉറക്ക വിളിച്ച് നിലവിളിക്കൊന്നും ചെയ്തില്ല. ധൈര്യത്തോടെ നിന്നു. ധൈര്യത്തോടെ നിൽക്കുക ചെയ്തു. ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? 79 വയസ്സിൽ ഇങ്ങനെ പിടിച്ചു? 78 വയസ്സിൽ. എങ്ങനെയാണ് പിടിച്ചിരിക്കാനുള്ള ഒരു ആരോഗ്യത്തിന്റെ? ദൈവം തന്നു. അതാപ്പോ പറയുള്ളൂ. ഞാൻ നന്നത്തെ ആരോഗ്യം ഒന്നുമില്ല. ഇന്ന് പേടിയുണ്ടോ? ഇപ്പൊ ഇന്ന് പേടിയൊന്നുമില്ല. പേടിച്ചൊന്നുമില്ല. വിളിച്ച് നിലവിളിക്കൊന്നും ചെയ്തില്ല. എത്ര മണിക്കാ വീണത് തോട്ടിലമ്മ? 6 മണിക്ക്. 6 മണിക്ക് പോയതാണ്. എപ്പോഴാ എന്നിട്ട് ആൾക്കാർ കാണുന്നത്? എപ്പോഴാ കണ്ടത്? 4 മണിക്ക്. 4 മണിക്ക്. എന്നിട്ട് അവരെങ്ങനെ എടുത്തത്? അമ്മയെ അവിടുന്ന് എടുത്ത എങ്ങനെ? അവര് എന്നിട്ട് തലയൊക്കെ വെട്ടി കയറ് പിടിച്ചിട്ട് അവര് ആ പുറത്തുനിന്ന് ഇറങ്ങി. എന്നിട്ട് എന്നെ അങ്ങോട്ട് പിടിച്ച് കടത്തി. വേറെ ആശുപത്രിയിൽ പോയോ? വേറെ കുഴപ്പമുണ്ടോ? ആശുപത്രിയിലൊന്നും പോയില്ല. അത് കുഴപ്പമില്ല. ഇപ്പോ അമ്മ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ലല്ലോ. അപ്പൊ ഒരു ആശങ്ക എങ്ങനെയായിരുന്നു? ഇവിടെ അന്വേഷിച്ചോ? എന്താണ് ചെയ്തത്? അന്വേഷിക്കാൻ വേറെ എവിടെയും ബാക്കി ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഞങ്ങൾക്ക് പറയാതൊരു സ്ഥലത്തും പോകുന്ന ആളല്ല. കുറച്ചു കാലമായിട്ട് എവിടെയും പോകാത്ത ആളാണ്. അപ്പൊ പറയാതെ എവിടെയും പോവില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ ഈ മുണ്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നീന്തൽ അറിയുന്നുള്ള കാര്യം അച്ഛമ്മ പറയുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. നീന്തൽ അറിയുന്നുള്ള കാര്യം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയുന്നതും. കർക്കിടക ഇവിടെ നിന്ന് സമ്മതിക്കില്ല. കുളിക്കാൻ പോയതാണേ. നമ്മളാരും സമ്മതിക്കില്ലല്ലോ. ഉറപ്പാണ്. ഈ ഇത്രയും വയസ്സിൽ ഒന്നാമത് ഈ തോടും പാടൊക്കെ നിറഞ്ഞിക്കാണ്. അപ്പൊ ആരെങ്കിലും സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഈ നീക്കുന്നതിന്റെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പേരക്കുട്ടിയാണ്. അപ്പൊ ഇവരറിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഇവരാരും സമ്മതിച്ചില്ലെങ്കിൽ വെച്ച് നേരത്തെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ നേരത്തെ അവിടെ പോവാന്ന് പറഞ്ഞപ്പോ നമ്മളത് വിചാരിക്കില്ലല്ലോ. പിന്നെ ഈ ഒഴുക്ക് പെട്ടിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള സംശയം വന്നപ്പോൾ തന്നെ പിന്നെ ടെൻഷനായിരുന്നു. അത് ഇങ്ങനെ അതിനുള്ള ശേഷി ഉണ്ടായിരിക്കും എന്നുള്ള നമുക്ക് ആർക്കായാലും ഈ പ്രായം പേടി തന്നെയല്ലേ. അപ്പൊ നല്ല രീതിയിൽ ഒരുപാട് ഞാൻ ടെൻഷൻ അടിച്ചു. പരിസരം അത് എന്താണ്, ഏട്ടന്മാരാണെങ്കിലും അത് നാട്ടുകാരാണെന്നുണ്ടെങ്കിലും അവർക്കും വേറെ എവിടെയും പോവില്ല എന്നുള്ള കാര്യം നമുക്ക് മുർശനം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ. പക്ഷെ ഞങ്ങൾ ഇവിടെ ഈ അടുത്തൊന്നല്ല കിട്ടിയത്. കുറച്ച് ദൂരം, കോതിയൂർ എന്ന് പറയും, ആ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലായി. അത് ഞാനിപ്പോ വേറെ ഒരാളോട് ചോദിച്ചു. നമ്മൾ അതൊന്നും ചിന്തിക്കാൻ പറ്റിയ മാനസികാവസ്ഥ ആയിരുന്നില്ലല്ലോ. അപ്പം എല്ലാവരും നല്ലോണം നല്ല രീതിയിൽ പേടിച്ചു. പക്ഷെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക അങ്ങനെയൊന്നും. പിന്നെ ഞങ്ങള് കൊണ്ടുവന്ന ശേഷം നല്ല ടെൻഷനായിരുന്നു. അല്ല ബോധമുണ്ടോ, അത് കുഴപ്പമുണ്ടോ? അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയണത് അച്ഛൻ തന്നെയാണ്. കുഴപ്പമില്ല, എങ്ങനെ ആ സമയത്ത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമുക്കും പേടിയില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാ, കുഴപ്പമില്ല അങ്ങനെ പറയുമ്പോൾ കുറേ സംസാരിച്ചു. അപ്പോഴും വേണ്ടയ്ക്ക് പോകണ്ട പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ സമ്മതിക്കണില്ല. എനിക്ക് ആശുപത്രിയിൽ പോകണ്ട. ഒന്നാമത് ഡോക്ടർമാർ പേടിയുണ്ട്. എനിക്ക് ആശുപത്രിയിൽ പോകണ്ട, ഞാൻ കുഴപ്പമില്ല, ഞാൻ മരുന്ന് കഴിച്ചോളാം, ആ രീതിയിലാണ്. പിന്നെ കഞ്ഞിക്ക് കുടിച്ചു, കുഴപ്പമില്ല തോന്നി, മനസ്സിലാതായി. പിന്നെ ആളുടെ കാര്യങ്ങളായിട്ട് പിന്നെ ഞങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോഴും നമുക്കത് വിശ്വാസം വരുന്ന കാര്യമല്ലല്ലോ. ഇത്രയും നേരം ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ആർക്കായാലും ഇത് വല്ലാത്ത പേടിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം വേറെ പ്രശ്നമൊന്നുമില്ല. വെള്ളത്തിലിരുന്നതിന്റെ ഒരു കുഴപ്പമില്ല. അമ്മ ഉഷാറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. 10 മണിക്കൂറാണ് ഇന്നലെ ആ തോട്ടിൽ നല്ല കുത്തിയൊലിക്കുന്ന വെള്ളത്തിനിടയിൽ പിടിച്ചു നിന്നത്. മൽഘോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS ആയിരുന്നു. അപ്പം ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. പേരക്കുട്ടി അങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു കള്ള ചിരിയുണ്ടല്ലോ, ചുന്ദരി അമ്മൂമ്മയുടെ ആ ചിരി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സന്തോഷവും സമാധാനവും തോന്നുന്നെങ്കിലും മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞില്ലേ?
തീർച്ചയായിട്ടും ആ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു. നമുക്ക് അവരുടെ ഇപ്പോഴും ഞാൻ രാവിലെ അവരെ പോയി കാണുമ്പോൾ അവരുടെ മുഖത്തെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം അത്ര അധികം അവര് ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. പക്ഷെ അമ്മ ഭയങ്കര കൂളാണ്, ഒരു കുഴപ്പമില്ല. ഞാനൊരു കുസൃതി ഒപ്പിച്ചു. അമ്മ അത് എൻജോയ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. കാരണം ആ 10 മണിക്കൂറും തോട്ടിൽ കിടക്കുമ്പോൾ അവര് ശരിക്കും പറയുന്നത് ഞാൻ നിലവിളിച്ചൊന്നുമില്ല, ആരെങ്കിലും വരട്ടെ അപ്പൊ നോക്കാം, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അത്രയധികം പോസിറ്റീവിലായിട്ടാണ് അവർ നിന്ന്, ഒരു ഭയമൊന്നുമില്ല. അത് എങ്ങനെയാണ് ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാനിപ്പോ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഡോക്ടറെ പേടിയാണ്, പക്ഷേ ഇത്രയധികം കുത്തി ഒലിച്ച് പായുന്ന തോട്ടില് കുളിക്കാൻ പോവാനോ ഒഴുക്കില് നീന്താനോ ഇത്രയും മണിക്കൂർ അവിടെ രക്ഷപ്പെട്ട് ആ കമ്പിൽ പിടിച്ചു കിടക്കാനോ ഒന്നും ഒരു പേടിയുമില്ല. അതെ, ഇപ്പൊ ഞാൻ ഈ ദൃശ്യങ്ങൾ ഈ തോട് കൂടി കാണിച്ചു തരാം. കാരണം അപ്പോൾ മനസ്സിലാവും എത്രമാത്രം വെള്ളം ഇവിടെ ഉണ്ടെന്ന്. കണ്ടോ, ഇത്രയധികം വെള്ളമുള്ള ഒരു തോടാണ്, ഒലിച്ചു പോകുന്നൊരു തോടാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ഈ ഒരു തോട്ടിൽ ഇറങ്ങി ഇത് മുറിച്ച് നീന്തി കിടക്കാനൊന്നും പറ്റില്ല. കാരണം ഇന്നലെയൊക്കെ കൂടുതൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഇരട്ടി വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അമ്മ ഒഴുകിപ്പോയത്. ഏകദേശം 100 മീറ്റർ അമ്മ ഈ ഒരു തോടിലൂടെ ഒഴുകി അപ്പുറത്ത് കുറച്ച് മാറിയാണ് അവിടെ ഒരു മരക്കമ്പിലാണ് പിടിച്ചത്. അപ്പോൾ ഇന്നത്തെ സ്ഥിതിയേ അല്ല ഇന്ന് മഴയില്ല, ഇന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. വെള്ളം താരതമ്യേന കുറവാണ്. ഇന്നലെ രാത്രി മുതൽ മഴയില്ല. പക്ഷെ ഇന്നലത്തെ സ്ഥിതി എങ്ങനെയില്ല, ഇന്നലെ കുത്തി ഒലിക്കുന്ന വെള്ളമാണ്. അതിനിടയിലാണ് ഇങ്ങനെ പിടിച്ച് രാവിലെ 6 മണിക്ക് വീണതാണെന്ന് ഓർക്കണം. വൈകുന്നേരം 4 മണിക്കാണ് ആർക്കെങ്കിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്ര സമയം നിന്നു. ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മയോട്, അമ്മ നിലവിളിച്ചോ, ആ സമയത്ത് പേടിച്ചോ കരഞ്ഞോ? ഏയ് ഞാൻ നിലവിളിച്ചൊന്നുമില്ല, ആരെങ്കിലും വരട്ടെ അപ്പൊ നോക്കാം എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അമ്മയുടെ ഒരു അതോടൊപ്പം തന്നെ ആ വീട്ടുകാരോട് പറയാതെ പോയി എന്നുള്ള പറയുമ്പോൾ ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടപ്പോ വളരെ ശരിക്കും പറഞ്ഞാൽ രസമാണ്. പക്ഷെ അതേസമയം തന്നെ ഇതൊരു അപകടം എന്നുള്ള വലിയൊരു ഘടകം ഉണ്ടല്ലോ. വലിയ നമ്മളെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു അമ്മയ്ക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് വലിയ ആശ്വാസം. അല്ലെങ്കിൽ എന്തായിരിക്കും, കാരണം ഈ ഒരു പ്രായമാവുന്നവർ കുട്ടികളുടെ മനസ്സാവും എന്ന് പറയുന്നത് പോലെയാണോ ഈ വെള്ളം കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പതിവില്ലാതെ ഇങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ തോട്ടിൽ കുളിക്കാൻ പോകാൻ ഒരു തോന്നൽ വന്നത്? അത് ഈ കർക്കിടക മാസം 1-ാം തീയതി ആയതുകൊണ്ടാണ് അമ്മ തോട്ടിൽ ഇങ്ങനെ പോയി കുളിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു രീതിയുണ്ട്, നമ്മൾ മുങ്ങി കുളിക്കണം കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ എന്നുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വീട് കുറച്ച് നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റില്ല, വീട് അല്പം മാറിയിട്ടാണ്. അവിടെ നിന്ന് നടന്ന് ഈ പാടത്തേക്കൂടെയൊക്കെ നടന്ന് വന്ന് ഇത്ര സാഹസികമായി ഇവിടെ കുളിക്കാൻ അമ്മ ഒരുമ്പിട്ടത്. ഏതായാലും അത് വീട്ടുകാരറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ആരോടും പറയാണ്ട് 6 മണിക്ക് തന്നെ വന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചത്. ഏതായാലും പക്ഷേ ഇതിന്റെ ഒഴുക്കിൽപ്പെട്ടു. ഇതിനിടയിൽ ഒരു പട്ടി വന്നപ്പോൾ കാൽ വഴുതിയാണ് ഇവിടെ നിന്ന് വീണത്. അങ്ങനെയാണ് ഈ ഒഴുക്കിൽപ്പെട്ടത്. ഏതായാലും ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ല, അത് വലിയൊരു ആശ്വാസം. അതെ, എന്തായാലും ആശ്വാസമായി ഗോകുലിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആരോഗ്യ സൗഖ്യത്തോടു കൂടി വളരെ കാലം അങ്ങനെ മുന്നോട്ട് പോട്ടെ ചന്ദ്രമതി അമ്മുമ്മ. ആ കള്ളച്ചിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.